മാനവികതയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യങ്ങളായിട്ടാണ് സംസ്ഥയുടെ പരിപാടികളായിക്കോട്ടെ, കേരള യാത്രകളായിക്കോട്ടെ ഒക്കെ പോകുന്നത്. എന്നാലും അതേ സമയത്ത് തന്നെയാണ് പറയുന്നത് സലഫികളോട് അല്ലെങ്കിൽ വഹാബികളോട് സലാം പറയുന്നത് പോലും നമ്മൾ ഇതാക്കില്ല. അത് അപ്പോൾ അതൊരു രണ്ട് ഇതായിട്ട് പോകുന്നില്ലേ? അല്ലെങ്കിൽ അത്രമാത്രം വിരോധം വെക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യമുണ്ട്, ഒരു ചാപ്പ കുത്തലല്ലേ സലഫികൾ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഇവിടെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, CPM നിന്ന് സസ്പെൻഡ് ചെയ്തു, ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളും അവരെ സജീവ പ്രവർത്തകന്മാരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. സസ്പെൻഡിൻ്റെ അർത്ഥം മടക്കിയെടുക്കാൻ പറ്റിയാൽ മടക്കിയെടുക്കാം, ഇപ്പം അവരുമായി ബന്ധമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം അതൊരു ഈ സുന്നി അല്ലാത്ത പുതിയ ആശയം കൊണ്ടുവരുമ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അപ്പുറത്തിൻ്റെ അർത്ഥം. അത് നിങ്ങൾക്ക് അനുഭവത്തിൽ അറിയുന്നതല്ലേ അല്ലേ? ഇപ്പോൾ CPM എത്ര ആളുണ്ട് സസ്പെൻഷൻ ചെയ്യിക്കുന്നവർ? CPI എത്ര ആൾ സസ്പെൻഡ് ചെയ്തു? മുമ്പ് മന്ത്രിയായിരുന്ന ആളുകൾ വരെ ഇപ്പോൾ സസ്പെൻഷനിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുമായിട്ട് അകന്ന് നിൽക്കാന്ന് തന്നെയല്ലേ? അതുപോലെ തന്നെ ഇതും. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ സുന്നിയിലൊക്കെ മടക്കി വന്നിട്ടുണ്ട്, പാർട്ടിയൊക്കെ മടക്കി വരുമ്പോൾ. അല്ല, മുജാഹിദുകളുമായിട്ടുള്ള ബന്ധത്തിൽ അത് ആശയപരമായിട്ടാണ് എതിർക്കേണ്ടത്, ആ വ്യക്തിയെ അല്ല എന്ന് പറയാറുണ്ട്. ആ വ്യക്തിയെ അല്ല, ഉറപ്പ് തീർച്ച. അതാണ് ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിൻ്റെ സസ്പെൻഷൻ ഉദാഹരണം പറഞ്ഞത്. അവർ CPI കുറേ ആളെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്ത ആളുകളെ വ്യക്തി അല്ല, അവർ ചെയ്തത് പാർട്ടിക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കല്ലോ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അല്ല, അവരോട് സലാം പറയരുത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സലാം പറയലും അങ്ങനെ പല ചിട്ടകളുണ്ട് സുന്നികൾക്ക്. അത് നിർത്തുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുമല്ലോ, ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് ശരിയല്ല, ഞാൻ സമുദായത്തിൻ്റെ കൂടെ ഉണ്ടാവേണ്ടവനാണ് എന്ന് മനസ്സിലാക്കി അവർ ആ മോശമായ ആശയത്തിൽ നിന്ന് മടങ്ങും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ മടങ്ങിയിട്ടുണ്ട്. താങ്കൾ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയാണ്.